സെൻസർ ബോർഡ് സൃഷ്ടിച്ചെടുത്ത കുറച്ച് വിവാദങ്ങൾ വഴി ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ റിലീസിന് മുന്നേ സൃഷ്ടിച്ച സിനിമയായിരുന്നു JSK. സെൻസർ ബോർഡിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അനാവശ്യമായി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യലാണ് അവരുടെ മേജർ ഹോബി. സൂപ്പർമാനിലും കുറച്ച് സീൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെയും അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കി വലിച്ചടച്ച് കോടതി വരെ എത്തിയ ബോർഡാണ് സെൻസർ ബോർഡ്. സോ ആ പടം ഫൈനലി റിലീസ് ചെയ്തു. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ JSK ജാനകി B വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഈ പടത്തിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഈ പടത്തിൻ്റെ റൺ ടൈമാണ്. അതായത് 2.5 മണിക്കൂർ കൂടുതലുണ്ട് ഈ പടത്തിൻ്റെ റൺ ടൈം. അപ്പോൾ അത്ര വലിയൊരു റൺ ടൈമിൽ ഒരു പടം വരുമ്പോൾ എയ്തർ ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആ പടത്തിൽ വേണം. അതായത് ഇപ്പം ഒരു ഹുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വേണം പടത്തിൽ, നമുക്ക് ആ ക്യൂരിയസ് ആയിട്ട് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേ നല്ല രീതിയിൽ എൻഗേജിങ് ആയിരിക്കണം. ഈ പടത്തിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറിൽ കൂടുതൽ വരുന്ന സമയത്ത് കുറച്ചൊക്കെ മടുപ്പ് ഇളവാക്കുന്നുണ്ട് ഈ പടം. പിന്നെ രണ്ടാമത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ജാനകി. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ കേസിൽ പലപ്പോഴും ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു റേപ്പ് വിക്റ്റിമാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സങ്കടം നമുക്ക് തോന്നണമല്ലോ, അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഇവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ നെഗറ്റീവ്സ് എനിക്ക് തോന്നിയത് രണ്ടുമാണ്. ഇനി പോസിറ്റീവ് സൈഡിൽ പറയാനാണെങ്കിൽ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വാസ് ആക്ച്വലി ഗുഡ്. ഇൻ്റർവെൽ ബ്ലോക്ക് വാസ് വെരി ഗുഡ്. അതായത് ഒരു പടം തുടങ്ങുമ്പോൾ പടത്തിലേക്ക് എത്താൻ ഒരിത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു, എന്നാൽ പോലും അത് എത്തി ആ ഇൻ്റർവെൽ ബ്ലോക്ക് വരെ പക്കയായിരുന്നു. സുരേഷ് ഗോപി ഒരു വലിയ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് പടത്തിൽ. കാരണം ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അത് നല്ല രീതിയിൽ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. സുരേഷ് ഗോപി വരുന്ന സീൻസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ്, പക്കയാണ്. നമ്മൾ പടത്തിൽ തന്നെ ഇലവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ബാക്കി സീൻസൊക്കെ അനാവശ്യമായ ഒരുപാട് സാധനങ്ങളും വരുന്നുണ്ട് ഈ പടത്തിൽ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് 2 പടമാക്കി വയ്ക്കാം. അതിൽ ഫസ്റ്റ് ഹാഫ് ഇസ് എ വെരി ഗുഡ് മൂവി ആൻഡ് സെക്കൻഡ് ഹാഫ് ഇസ് എ വെരി ലേസി മൂവി. സെക്കൻഡ് ഹാഫ് ആകുന്ന സമയത്ത് സത്യം തുറന്നു പറയാം, ഞാൻ കുറച്ച് നേരം ഉറങ്ങിയും പോയി. അതിൽ ആ ലെവലിലായിരുന്നു ഡ്രാഗ്. കാരണം പല സീൻസും പടത്തിൽ ആവശ്യം പോലും ഇല്ലാത്ത സംഭവങ്ങളായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ പടത്തിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഐ വുഡ് സേ ആവറേജ്. അങ്ങനെ പോയി കാണുന്നവർക്ക് പോയി കണ്ട് എൻജോയ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അത്യാവശ്യം മടുപ്പുളവാക്കുന്ന സീൻസും ഒരുപാടുണ്ട്. സോ വാട്ട് ക്യാൻ ഐ സേ, ഗോ വാച്ച് അറ്റ് യുവർ ഓൺ റിസ്ക്, അത്രേ പറയാനുള്ളൂ.